One thing you would like to take from here to France? You? Can you say I love you to him in French? Can you say je t'aime? Je t'aime, Cathy. He's like really caring person, he's kind, his attention. He's always been there for me, whatever we go through. ഒന്നാമതിപ്പോ മലയാളി പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആർട്ട് റിലേറ്റഡ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ പയ്യന്മാരെയൊന്നും അല്ലാതെ ഫോളോ ചെയ്തു. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. പുള്ളിയാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത് ഇഷ്ടമാണെന്നുള്ള കാര്യം. പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവൻ അങ്ങനെ താല്പര്യം നമുക്കത് സന്തോഷമല്ലോ. അവര് ലവ് മാരേജ് രണ്ടുപേരും. അതെ, ആള് ഒട്ടും മെറ്റീരിയലിസ്റ്റിക് അല്ല. എന്റെ അടുത്ത് ഇത് വേണം അത് വേണം അങ്ങനെയൊന്നും സംസാരിക്കത്തില്ല. അവന്റെ അഫോർഡബിൾ ആണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ? കാരണം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മൊബൈലിൽ ട്രാൻസ്ലേറ്റ്. I love Saudia and my weakness honestly is paparam. But I love idli, dosha, putte. നല്ല പോലെ നമുക്ക് ഒപ്പം നിൽക്കുക എന്നോട് എല്ലാത്തിനും കൂടെ ഫ്രണ്ട്സ് എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. കുറച്ച് പേരുടെ ഞാൻ ഇത് പറയുമ്പോൾ അവന്മാർ ആദ്യം വിശ്വസിച്ചില്ല. കൃഷ്ണന്റെ ആക്സെന്റ് നല്ല, അതായത് കാറ്റിയുടെ ആക്സെന്റ് പോലെ തന്നെയുണ്ട്. അതെങ്ങനെ സംസാരിച്ച് ശീലമായതായിരിക്കും. എന്റെ ഇങ്ങനെ അല്ലായിരുന്നു ആദ്യം. നവംബർ 3-നായിരിക്കും കല്യാണം. ഒരു ഫ്രഞ്ച് ഇന്ത്യൻ പ്രണയകഥയാണ് ഇത് നമ്മൾ അൺറിവീൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം കൃഷ്ണ ശങ്കർ, കാറ്റി, ശങ്കരേട്ടൻ, മഞ്ജു ചേച്ചി. വെൽക്കം ടു ബിഹൈൻഡ് വിത്ത് ഐസ്. അപ്പം എന്താ സംഭവം അറിയാവോ? പറഞ്ഞു കൊടുത്തോ. കഥ ആരംഭിക്കുന്നത് ഞാൻ ബിടെക് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. അത് എത്ര വർഷം മുന്നേ ആയിരുന്നു? 2016 കഴിഞ്ഞത്. ബിടെക് കഴിഞ്ഞ ശേഷം സാധാരണ ചെറുപ്പക്കാരെ പോലെ തന്നെ നാട്ടിൽ പണിയൊന്നും ഇല്ലാതെ കുറച്ചുകൾ നടക്കുന്നു. കുറച്ചുപേര് PSCക്ക് പോകുന്നു, കുറച്ചുപേര് ബാങ്ക് കോച്ചസിന് പോകുന്നു. അങ്ങനെ പലരും പോയി. ഞാനങ്ങനെ PSC തിരഞ്ഞെടുത്തു. അങ്ങനെ കുറച്ച് സ്വാഭാവികം. അങ്ങനെ PSC എടുത്തതിന് ശേഷം കുറച്ചു കാലം പഠിച്ചു, ജോലി കിട്ടി. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറായിട്ട് ജോലി കിട്ടി. എനിക്ക് ആദ്യം എൻ്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് തൃശ്ശൂരുള്ള വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അതായത് വൈകുന്നേരം 6 മണിക്ക് കയറുന്നു, അടുത്ത ദിവസം 6 മണി വരെ കണ്ടിന്യൂസ് 24 hour. അതിനുശേഷം തിരിച്ച് കോട്ടേഴ്സിൽ വരുന്നു. അങ്ങനെ ബോറിംഗ് ദിവസങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആർട്ട് റിലേറ്റഡ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ നൈസ് എന്നോ അങ്ങനെ എന്തോ ഒരു കമൻറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരാൾ വന്ന് ITs അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തു. ഞാൻ നമ്മുടെ സാധാരണ പയ്യന്മാരെയൊന്നും അല്ലാതെ ഫോളോ ചെയ്തു. ഒരാകാംക്ഷ. അങ്ങനെ ആള് തിരിച്ച് ഫോളോ ചെയ്തു. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. അപ്പൊ അറിയായിരുന്നോ പുറത്ത് ഫ്രഞ്ചുകാരിയാണ് എന്നുള്ള കാര്യം? അങ്ങനെ സംസാരിച്ചു തുടങ്ങിയ ശേഷം അറിയാന്നുള്ള. ആളുടെ പേരൊന്നും അല്ല കിട്ടുന്നത്, വേറൊരു പേരായിരുന്നു. അങ്ങനെ ഫ്രഞ്ച് ആണെന്ന് എനിക്ക് പിന്നെ ഫേക്ക് ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു.